എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം US സെനറ്റ് അംഗമായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ റൈലി മൂർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപിൻ്റെ റൈറ്റ് ഹാൻഡ് ആണ്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് FCRA അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയാണെങ്കിൽ അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ തന്നെ വളരെ നല്ല മോശമായ രീതിയിൽ ബാധിക്കും എന്ന് പറഞ്ഞു. കൂടാതെ അത് മാത്രമല്ല, ഈ അമെൻമെൻറ്റ് ബില്ല് ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, ക്രിസ്തു മതത്തിനെതിരെയാണ്. അതെങ്ങനെയാണ് ശരിയാവുക? അതായത് ഇന്ത്യ രാജ്യസുരക്ഷ മുൻനിർത്തിയാണ്, അതായത് ഇപ്പോൾ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾക്ക് ഒരു കടിഞ്ഞാൺ എന്ന രീതിയിലാണ് ഇന്ത്യൻ സർക്കാർ ഇവിടെ FCR അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നത്. അതെങ്ങനെയാണ് ക്രിസ്തുമതത്തിനെതിരെയാവുന്നത്? അതായത് ഇന്ത്യയിൽ ഒരുപാട് സംഘടനകളുണ്ട്. അത് ഹിന്ദു മതത്തിലെ സംഘടനകളുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്, പിന്നെ മുസ്ലിം മതത്തിലുണ്ട്, ജൈന മതത്തിലുണ്ട്, പാർസി മതത്തിലുണ്ട്. അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട അവരെ അസിസ്റ്റ് ചെയ്യുന്ന അതിൽ നിന്ന് വരുന്ന സംഘടനകൾ ഇവിടെയുണ്ട്. ഈ അമെൻമെൻറ്റ് ബില്ല് എല്ലാ സംഘടനകൾക്കും ബാധകമാണ്. അപ്പോൾ ഈ റൈലി മൂർ ക്രിസ്തു മതത്തിനെതിരെയാണ് ഈ അമെൻമെൻറ്റ് ബില്ല് എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഇതിൽ അമേരിക്കക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഈ അമെൻമെൻറ്റ് ബില്ല് ഇന്ത്യൻ ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലും ബാധിക്കുന്നത് ഇവരുടെ അജണ്ടയെ തന്നെയാണ്. അമേരിക്കയുടെ അജണ്ട എന്താണ്? അതായത് നമ്മളിവിടെ തന്നെ പല രീതിയിലും നമുക്ക് കുറച്ച് കഴിഞ്ഞ ഒരു 1.5 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ എക്സ്ട്രാ ടാക്സ് ഒക്കെ ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്തിട്ട് അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങാത്ത ഇന്ത്യക്ക് മേലെ എക്സ്ട്രാ താരിഫൊക്കെ ഏർപ്പെടുത്തിയ വാർത്ത നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും, ആ താരിഫിലൊന്നും മുന്നിൽ മുട്ടുമടക്കാതെ നട്ടലോടുകൂടി അമേരിക്കയുടെ മുഖത്ത് നോക്കി സംസാരിച്ച ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യ എന്ന് വെച്ചാൽ അവർ 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്, വലിയൊരു മാർക്കറ്റും കൂടിയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് താല്പര്യങ്ങളൊന്നും ഇവിടെ നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ഫ്രസ്ട്രേഷനാണ് ഈ റൈലി മൂർ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അത് പുറത്തു വന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് FCRA ബില്ല്. FCRA ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1976. അപ്പോൾ 2025 മെയ് മാസമാണ് പാർലമെൻറ്റിൽ അതിൻ്റെ അമെൻഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിന് ടേബിൾ വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ അമെൻമെൻറ്റ് ബില്ലിലെ അതിലോട്ട് ഞാൻ വരാം. പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ NGOs ഉണ്ടല്ലോ, വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന NGOസിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴെങ്കിലും റിന്യൂ ചെയ്തില്ലെങ്കിലോ അത് റദ്ദാക്കപ്പെടുകയോ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് റിന്യൂ ചെയ്യുന്നില്ല, പിന്നെ എന്താ പറയുക, റദ്ദാക്കപ്പെട്ടു, എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺ കൊണ്ട് റദ്ദാക്കപ്പെട്ടു, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ NGOയുടെ ഫുൾ പ്രോപ്പർട്ടി സർക്കാർ സീസ് ചെയ്യും, സർക്കാർ കൊണ്ടുപോകും. അതിപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ എന്താ തെറ്റ്? പുതുമയൊന്നുമില്ല. ഇതിപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരു ലോ തന്നെയാണ്. ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ലാൻഡ് ടാക്സ് അടക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ലാൻഡ് ടാക്സ് അടക്കുന്നതാണ്. അപ്പോൾ ലാൻഡ് ടാക്സ് അടക്കുന്നില്ലെങ്കിൽ അതിങ്ങനെ നീട്ടി അടക്കാൻ ഒരുപാട് അവസരങ്ങൾ സർക്കാർ തരും. പക്ഷേ സർക്കാർ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി നമുക്ക് റവന്യൂ റിക്കവറി ചെയ്യാനുള്ള ഒരു അധികാരം, നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോപ്പർട്ടി റവന്യൂ റിക്കവറി ചെയ്യാനുള്ള അധികാരം ഇവിടുത്തെ സർക്കാരിനുണ്ട്. അതായത് ഇവിടുത്തെ ഈ രാജ്യത്തെ ഒരു ഭൂമി നമ്മുടെ സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് സൂപ്പർ ഓണർ എന്ന് പറയുന്ന ഇന്ത്യൻ സർക്കാർ തന്നെയാണ്, അത് സർക്കാർ തന്നെയാണ്. അപ്പോൾ അതേ ഒരു റൂള് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തത്. അതായത് എന്തെങ്കിലും കേസിൽ റദ്ദാക്കപ്പെടുകയോ റിന്യൂ ചെയ്യാതെ ഇരിക്കുമ്പോൾ അവരെ പ്രോപ്പർട്ടി ഫുൾ സർക്കാർ കൊണ്ടുപോകും. അതിലൊരു തെറ്റും പറയാനില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ NGOസിൻ്റെ പണം സ്വീകരിക്കുന്ന NGOസിൻ്റെ ലൈസൻസ് റിന്യൂവൽ പ്രോസസ്സിൽ ഒരു ചെറിയൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ അല്ല, അതിന് കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് മിനിമം 2 സാമ്പത്തിക വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 10 lakhs എങ്കിലും വിദേശത്ത് നിന്ന് ഫണ്ട് വരണം. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു പദ്ധതിയോ ഏതെങ്കിലും പ്രോജക്റ്റിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ചിലവാക്കണം എന്നുള്ളൊരു ലോ, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ലൈസൻസ് ക്യാൻസൽ ആയി പോകും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NGO ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ, വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ മറ്റൊരു NGOക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഏത് NGO ആണോ പണം സ്വീകരിച്ച് ആ NGO തന്നെ അവർ എന്ത് പർപ്പസിനാണോ പണം സ്വീകരിച്ച് അത് അവിടെ നടപ്പിലാക്കണം. അത് അവർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് ക്യാൻസലായി പോകും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അത് നമ്മുടെ ഒരു NGO പണം സ്വീകരിച്ചു കഴിഞ്ഞാൽ മുമ്പ് കിട്ടിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 കോടി പുറത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 കോടി ആ NGOക്ക് എടുക്കാം. ആ NGOക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവായ പല കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്, അതായത് സാലറി കൊടുക്കാം, ഓഫീസിൻ്റെ റെൻറ്റ് കൊടുക്കാം, അവിടെയില്ലേ വട്ടച്ചെലവുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നേരത്തെ 50% ഇപ്പോൾ അത് 20% കുറച്ചു. അതായത് മുമ്പൊക്കെ കിട്ടുന്ന കാശ് ഫുള്ള് ഇവർ പുട്ടടിക്കുക എന്നുള്ള ഇതാണ്. അത് പുട്ടടിക്കുക മാത്രമല്ല, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് 20% മാത്രമേ ഉള്ളൂ. അത് നേരത്തെ 50% ആയിരുന്നു. പിന്നെ 5ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഏത് NGO ഇന്ത്യയിലുണ്ടെങ്കിൽ, ഇന്ത്യയിൽ സർക്കാരിന് അണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പണം സ്വീകരിക്കണമെങ്കിൽ ന്യൂ ഡൽഹിയിലെ SBI ഓഫീസിൽ ഒരു FCRA അക്കൗണ്ട് എടുക്കണം.
ഒരു സെൻട്രലൈസ്ഡ് ഒറ്റ അക്കൗണ്ട് ബാങ്കിൽ നിന്ന് മാത്രമേ നമുക്കിനി ഇത് NGOസിന് ഇനി പണം സ്വീകരിക്കാം. ഈ പണം വരുന്നത് ഫുള്ള് ഡൽഹിയിലുള്ള SBIയിലെ ആ ബ്രാഞ്ചിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു FCR അക്കൗണ്ട് എടുത്താൽ മാത്രമേ വിദേശത്ത് ഫണ്ട് സ്വീകരിക്കാൻ പറ്റൂ. പിന്നെ ആറാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പം നമ്മൾ പല ഓരോ സംസ്ഥാനത്തും ഓരോരോ NGOs ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ, തമിഴ്നാട്, ബംഗാളിൽ, അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പല NGOs ഉണ്ട്. അതായത് അവരുടെ ഇൻറ്റൻഷൻ പലതാണ്. അതായത് അപ്പോൾ ജിയോഗ്രാഫിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ വലിയ ഫ്ലഡ് ഉണ്ടായി. ആ ഫ്ലഡിൽ അവരെ സഹായിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കുറച്ച് ഫണ്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ, ആ സംസ്ഥാനത്ത് മാത്രമേ അത് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് പുറത്ത് വേറെ ആവശ്യത്തിന് വേറെ ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് വളരെ നിർണായകമായ കാര്യമാണ്. അതായത് പല ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ കാണിച്ച് വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവരും. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പല രീതിയിലും നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന പ്രവണതയാണ്. അതൊന്നും ഇനി നടക്കില്ല. പിന്നെ ഏഴാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, പണം സ്വീകരിക്കുന്ന NGO ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ഫോറിൻ പേഴ്സൺ ആവാൻ പാടില്ല. അത് ഇന്ത്യൻ പൗരൻ തന്നെ ആയിരിക്കണം. പിന്നെ ആ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ 100% ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് ലൈസൻസ് റദ്ദാക്കപ്പെടും. അപ്പോൾ ഈ അമേരിക്ക നമ്മുടെ രാജ്യസുരക്ഷയുമായി മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അമെൻഡ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിലെന്താണ് അമേരിക്കയ്ക്ക് ഇത്ര ഇത്? അപ്പോൾ അമേരിക്ക പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് എന്നല്ല NGOസിന് നടത്താൻ പറ്റുന്നില്ല എന്നാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവർ വലിയ മനുഷ്യസ്നേഹികളാണെങ്കിൽ ഒരിക്കലും ഇറാൻ അമേരിക്ക യുദ്ധം നടക്കില്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കില്ല, ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കില്ല. പിന്നെ അതുപോലെ ആഫ്രിക്കയിൽ നിന്നുള്ള പല രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ പട്ടിണി കൊണ്ട് മരിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ആഫ്രിക്കയെ മൊത്തത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മനുഷ്യ സ്നേഹികളാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഇത് അപ്പോൾ ഇവരുടെ പല സ്വാർത്ഥ താല്പര്യങ്ങളും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് റൈലി മൂറിലൂടെ പുറത്തു വന്നത്. നമുക്കൊരു കാര്യം പറയാം, അതായത് ഇവർക്ക് വലിയ മനുഷ്യ സ്നേഹമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിൽ തന്നെ ഒരു പ്രതിവർഷം അമേരിക്കയിൽ നിന്ന് മാത്രം വരുന്നത് 5,000 തൊട്ട് 7,000 കോടി രൂപ വരെയാണ്. ഓവറോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പുറത്തുനിന്ന് വരുന്ന ഫണ്ട്, NGOസിന് കിട്ടുന്ന ഫണ്ട് എന്ന് വെച്ചാൽ 22,000 കോടി രൂപയാണ്. അപ്പോൾ അതിന് 25% വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അമേരിക്കക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഫ്രീ ആയിട്ട് ഇത്തരം NGOs അമേരിക്കയിൽ നിന്ന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഒരു കാര്യം, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാൻ ഇതേമാതിരി ബില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയുടെ മുമ്പിൽ ഭിക്ഷ യാചിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇന്ത്യയിലേക്ക് വർഷങ്ങളായിട്ട് 10,000 കോടിയൊക്കെ ഒഴുക്കുന്നു. അമേരിക്കക്ക് ഒരു കാശ് പോലും വെറുതെ കൊടുക്കുന്നില്ല. അമേരിക്ക കടം കൊടുക്കുന്നുണ്ടെങ്കിൽ, പാകിസ്ഥാന് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായി പണിയെടുപ്പിച്ചിട്ടാണ് അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പണം കൊടുക്കാതെ, ഫ്രീ ആയിട്ട് NGOസിന് പണം കൊടുക്കാതെ ഇന്ത്യയിലേക്ക് മാത്രം പണം അമേരിക്ക അയക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അതായത് ഇന്ത്യയുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ തന്നെ അവിടെ CJPയുടെ പാർട്ടിയുടെ സമരത്തിൽ വലിയ രീതിയിലുള്ള പുറത്തുനിന്ന് ഫോറിൻ ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അത് പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ്. അതായത് ഇപ്പോൾ തന്നെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട്, അതായത് മെറ്റ പോലെയുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് ഇവർ പല രീതിയിലും പണം കൊണ്ടുവരുന്നത്. നേരായ മാർഗ്ഗത്തിൽ ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വെച്ചാൽ സർക്കാർ നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മോണിറ്ററിങ്ങിനെ മറികടന്നുകൊണ്ടാണ് അതായത് പല രീതിയിലും, അതായത് സർക്കാർ കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത പല രീതിയിലും ആണ് ഈ CJPയുടെ സമരത്തിന് വേണ്ടി ഫണ്ട് ഒഴുക്കിയത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ FCR അമെൻമെൻറ്റ് ബില്ല് വരുന്നതോടുകൂടി ശരിക്കും അമേരിക്ക ഇന്ത്യയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ താല്പര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും എന്നേക്കുമായി പൂട്ടുവീഴുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ, അതായത് ഡൊണാൾഡ് ട്രംപിനെ റൈറ്റ് ഹാൻഡായ റൈലി മൂറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം. മറ്റു കാണാം.